വിശ്വത്ത് കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ബെഡിലിരിപ്പാണ് നില. അവൻ അവൾക്കരികിലേക്ക് വന്നിരുന്ന് തോളിലൂടെ കൈയിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ടെൻഷനുണ്ടോ? താൻ കുളിക്കാൻ പോകുമ്പോൾ കണ്ട മുഖഭാവമല്ല അവൾക്കിപ്പോൾ എന്ന് കണ്ടവൻ തിരക്കി. ടെൻഷനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവൾ തോളിൽ ചുറ്റിപ്പിടിച്ച അവൻ്റെ കയ്യിലെ വിരൽ കോർത്തു. എനിക്കും ഇല്ലാതില്ല. അവൻ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു. പാല് വേണോ? അവൻ ടേബിളിലേക്ക് ചൂണ്ടി. വേണ്ട, എന്നാ കിടക്കാം. അവളിൽ നിന്ന് കൈയെടുക്കാതെ അവളെ ചേർത്ത് പിടിച്ചവൻ ബെഡിലേക്ക് കിടന്നു. ഒപ്പം കൈയെത്തിച്ച് ലൈറ്റ് ഓഫാക്കി ടേബിൾ ലാമ്പ് മാത്രം ഓൺ ചെയ്തു. നേർത്ത മഞ്ഞപ്രകാശത്തിൽ നിളയുടെ മുഖം അവന് തെളിവായി. രണ്ടുപേരിലും പരസ്പരം അറിയാനുള്ള കൗതുകം മുന്നിട്ട് നിന്നു. പ്രണയം കൊണ്ട് തരിളിതമായ ഹൃദയങ്ങൾ പരസ്പരം സമർപ്പണത്തിന് ഒരുങ്ങി. വിഷയത്തിൻ്റെ ചൂണ്ടവിരൽ കുങ്കുമം പടർന്ന് അവളുടെ സീമന്തരേഖയിലൊന്ന് തൊട്ടു. ആ കുങ്കുമവർണ്ണം കടമെടുത്തു ആ വിരൽ താഴേക്കിറങ്ങി. നെറ്റിയിലും പുരുകങ്ങൾക്കിടയിലും മൂക്കിലും ചുവപ്പ് പടർത്തി മൂക്കിന് തുമ്പത്തായി ആ വിരൽ വന്നു നിന്നു. നിലയുടെ മിഴികൾ താനെ കൂമ്പിയടഞ്ഞു. അവളുടെ വിടർന്നുപോയ അധരങ്ങളിൽ അവൻ്റെ തള്ളവിരലൊന്ന് അമർന്നു നീങ്ങി. വിരലുകൾ തീർത്ത ചുവപ്പ് ചാലിലൂടെ അവൻ്റെ ചുണ്ടുകൾ സഞ്ചരിച്ച് അവളുടെ അധരങ്ങളിൽ എത്തി നിന്നു. പതിയെ നുണഞ്ഞു നുണഞ്ഞ് ഗാഠമായൊരു ചുംബനത്തിലേക്ക് അവർ ചേക്കേറി. ആ ലഹരിയിൽ നില അവനെ ചേർത്ത് പിടിച്ചു. വിഷയത്തിൻ്റെ കൈകൾ അവളുടെ പുറമേനിയാകെ അലഞ്ഞു നടന്നു. ശ്വാസം വിങ്ങി ചുണ്ടുകൾ അകലുമ്പോൾ കിതപ്പോടെ നില അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ഒട്ടും അകലാതെ രണ്ടുപേരും പരസ്പരം പുണർന്നു. ഇനി മുന്നോട്ട് പോയാൽ എൻ്റെ കയ്യിൽ നിൽക്കില്ല കേട്ടോ. നാളേക്ക് ക്ഷീണമാവോ? ഫംഗ്ഷനുള്ളതാണ്. കാതിൽ കുളിർ പടർത്തിയ അവൻ്റെ ശബ്ദം. ഇപ്പോൾ മുങ്ങി നിൽക്കുന്ന ലഹരിയിൽ നിന്ന് പിൻവാങ്ങാൻ നില ഒരുക്കമായിരുന്നില്ല. കയ്യിൽ രണ്ടും കഴുത്തിലൂടെ ചുറ്റി അവനെ അവൾ കൂടുതൽ അടുപ്പിച്ചു. എനിക്ക് വിശ്വേട്ടനെ എന്തിഷ്ടമാണെന്നോ? വാക്കുകൾക്കൊപ്പം തന്നെ തൻ്റെ ഉള്ളം അറിയിക്കും വിധം അവളുടെ ഒരു ചുംബനം കൂടി അവനിലേക്ക് എത്തി. അവളെ അങ്ങനെയെ അടക്കിപ്പിടിച്ച് അവളുടെ ടോപ്പിൻ്റെ ഉള്ളിലൂടെ അവൻ്റെ കൈ അരിച്ചു കയറി. വിരലുകൾ നൽകിയ മായികതയിൽ നില കുളിർത്ത മുഖമുയർത്തി. ആ നിമിഷം അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നു. കഴുത്തിലും തോളിലുമായി അവൻ്റെ മുഖം അലഞ്ഞു നടക്കുമ്പോൾ നില പുളിഞ്ഞുകൊണ്ട് അവനെ അടക്കിപ്പിടിച്ചു. അവൻ്റെ തലോടലിലും ലാളനയിലും അവൾ അടിമപ്പെട്ടു. പതിയെ പതിയെ അവളും അവനോട് ചേർന്നു. കൈകൾ സഞ്ചരിച്ച് പാത തീർത്തെടുത്തൂടെ അവൻ്റെ അതരങ്ങൾ കൂടി വഴി തേടി. പരസ്പരം അറിയാനുള്ള വ്യഗ്രത രണ്ടാളും മുന്നോട്ട് നിന്നു. തഴച്ചു നിന്ന ഉടിയാടകളെല്ലാം നിലത്ത് ചിതറി വീണു. ചെറിയ മൂളലും ശ്രീൽക്കാനങ്ങളും പരസ്പരം ആവേശം പകർന്നു. ഇടയ്ക്ക് അവളിൽ നിന്ന് ഉയർന്ന നോവിനെ കൂടി അവൻ അവൻ്റെ കരുതലിലും സ്നേഹത്തിലും അലിയിച്ചെടുത്തു. ഒടിയിൽ എപ്പോഴോ തളർന്ന് പരസ്പരം പുണർന്നു മയങ്ങുമ്പോൾ ഇരുവരിലും പൂർണ്ണത കൈവന്നിരുന്നു. കണ്ണിലേക്ക് അരിച്ചു വന്ന സൂര്യപ്രകാശമാണ് വിശ്വത്തിനെ ഉണർത്തിയത്. കണ്ണെന്ന് തിരുമ്മി അവൻ ആദ്യം നോക്കിയത് അവനോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നവളെയാണ്. ഉറക്കത്തിൽ എപ്പോഴോ അവൾ ടോപ്പ് മാത്രം വലിച്ചു കയറ്റിയിട്ടിട്ടുണ്ട്. കമിഴ്ന്ന് മുഖം തിരിച്ചു കിടക്കുന്നവളുടെ മുടി ഒതുക്കി വെച്ച് ആ കള്ളവൻ അമർത്തി നിർത്തി. അവൻ്റെ മീശയുടെ ഉരസലിൽ അവളൊന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞു. നില. തന്നിൽ നിന്ന് നീങ്ങിപ്പോയവളെ അവൻ ചേർത്ത് പിടിച്ചു. നിളയുടെ മിഴികൾ പതിയെ അവന് നേരെ തുറന്നു. നേർത്ത ചിരിയോടെ തന്നെ നോക്കുന്നവനെ അവളും അങ്ങനെ നോക്കിക്കിടന്നു ഏതാനും നിമിഷങ്ങൾ. പിന്നെ പതിയെ ആ നോട്ടത്തിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നീട് അതിലേക്കൊരു നാണം കൂടി കലർന്നു വന്നു. എൻ്റെ നിളേ. അവളുടെ ആ നോട്ടത്തിലെ ഓരോ മാറ്റവും നോക്കിക്കിടന്നവൻ നിറഞ്ഞ സന്തോഷത്തോടെ അവളെ അടക്കി പിടിച്ചു. വർഷങ്ങളുടെ കാത്തിരിപ്പാണ് എൻ്റെ മോളെ ഈ ഒരു പുലരി. അവൻ അവളുടെ നെറ്റിയിൽ മനസ്സ് നിറഞ്ഞൊരു ഉമ്മ നൽകി. പിന്നെ മതിവരാത്ത പോലെ തെരുതെരു ഉമ്മകൾ കൊണ്ട് മൂടി. വാക്കുകളൊന്നും പുറത്തു വരാതെ ഉള്ള നിറഞ്ഞ സന്തോഷത്തോടെ നില അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിക്കിടന്നു. നില കുളിയൊക്കെ കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സേതിയുണ്ട് ഹാളിൽ. ഗുഡ് മോർണിംഗ് നില. നിനക്ക് ഞാനിത് പ്രിജിനേട്ടന് കൊടുത്തിട്ട് വരാം. സേതി കയ്യിലെ ചായക്കപ്പ് കാണിച്ച് പുറത്തേക്ക് നടന്നു. നിലയ്ക്ക് പിന്നാലെ വിശ്വത്ത് റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. എന്തേ, ഓക്കെ അല്ലേ? ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അവളുടെ നിൽപ്പ് കണ്ട് അവൻ വേഗം അടുത്തേക്ക് വന്ന് തിരക്കി. ഇല്ല, ഞാൻ സേതിയെ നോക്കി നിന്നതാ. പുറത്തെ വാതിക്കൽ നിൽക്കുന്ന സേതിയെ കാണിച്ചവൻ പറഞ്ഞു. ഉണർന്നു ഈ നിമിഷം വരെ 4-5 തവണ ഈ ഒരു ചോദ്യം അവൻ ചോദിച്ചു കഴിഞ്ഞിരുന്നു. എന്തേലും ഉണ്ടെങ്കിൽ പറയാൻ മടിക്കല്ലേ. അവൻ നിലയുടെ തോളിലും തട്ടി. ജിത്തേറിന് ചായ എടുക്കട്ടെ? സേതി അവർക്കടുത്തേക്ക് വന്നു. എടുത്തോ. വിശ്വത്ത് നിലയൊന്ന് നോക്കിയിട്ട് പ്രജിനടുത്തേക്ക് നടന്നു. വാ. സേതി നിലയുടെ കയ്യിൽ പിടിച്ച് അടുക്കളയ്ക്ക് നടന്നു. അടുക്കള വാതിൽ എത്തും മുമ്പേ സേതി നിലയൊന്ന് നോക്കി.
ഇന്നലത്തെക്കാളും തെളിച്ചവും പ്രസരിപ്പും കലർന്ന അവളുടെ മുഖം കാണെ സേതി ചിരിച്ചു. ഒപ്പം അവളുടെ കവിളൊന്ന് വലിച്ചു വിട്ടു. നീ ഹാപ്പിയല്ലേ? ഡബിൾ ഹാപ്പി. നില ചിരിയോടെ സേതി തോളി കൈയിട്ടു. പണ്ടേ ആ പിടുത്തം ഇഷ്ടമല്ലാത്തവൾ അത് തട്ടിമാറ്റി. നീള ഉറക്കെ ചിരിച്ചു. അവളുടെ കയ്യിലൊന്ന് നുള്ളി ആ ചിരിയിൽ സേതിയും പങ്കുചേർന്നു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.